നമുക്ക് ഈ കോവിഡിനെ കുറിച്ചുള്ള ഒരു അമിതമായ ആശങ്ക ഒരു കാരണവശാലും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. കോവിഡിന്റെ ഒരു പാൻഡമിക് കഴിഞ്ഞിട്ട് അതൊരു സൈക്ലിക്കൽ ട്രെൻഡ് കാണിക്കുകയും പലപ്പോഴും അത് രോഗം ഇടയ്ക്കുള്ള കേസുകൾ ത്തിന്റെ എണ്ണം കൂടി വരികയും അത് ക്രമേണ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രീതി എല്ലാ പാൻഡമിക്കിലും ഉള്ളതുപോലെ ഈ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ്. കടലിൽ നിന്ന് തിരമാലകൾ വരുന്നത് പോലെ അത് വന്ന് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഏതാനും കൊല്ലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കോവിഡ് വന്നു പോകാനുള്ള സാധ്യത, കോവിഡുകളുടെ എണ്ണം ഇടയ്ക്ക് വന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇതിനകത്തുള്ള പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ നമുക്ക് വാക്സിനേഷനിലൂടെയും അല്ലാതെയും നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വയം ആർജിക്കുന്നതിലൂടെയും രോഗം ലഭിച്ചവർക്കുള്ള ഒരു പ്രതിരോധ ശേഷിയും എല്ലാം ചേർത്തിട്ട് നമുക്ക് വ്യക്തമായ പ്രതിരോധം ഈ കോവിഡിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു തരത്തിലുള്ള കാര്യവും ഈ ഒരു വിഷയത്തിലില്ല. നമുക്ക് വളരെ മൈൽഡായിട്ടാണ് ഇപ്പോഴുള്ള കോവിഡ് വരുന്നത്. വളരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കോവിഡ് പോസിറ്റീവുകൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ടെസ്റ്റുകളാണ്, അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു കോവിഡിന്റെ ഒരു വലിയ ഔട്ട്ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ടോ ഗുരുതരമായ രോഗമില്ലാത്തത് കൊണ്ടോ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. രോഗലക്ഷണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ നമുക്ക് രോഗത്തെ കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോവിഡിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മൈൽഡായിട്ടാണ് വരിക. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇത് വളരെ ഇൻഫെക്ടിവിറ്റി, അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള ഈ വേരിയന്റിന്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് രോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ട് വന്നു പോകുന്ന ഒരു രോഗമായി നിൽക്കാനാണ് ബഹുഭൂരിപക്ഷം പേരിലും ഇതിനുള്ള സാധ്യത. ഒരുപക്ഷെ വളരെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ കോമോർബിഡിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ രോഗ പ്രതിരോധ ശേഷി കുറഞ്ഞു പോയ ട്രാൻസ്പ്ലാന്റ് നടത്തിയ ആൾക്കാർ, അല്ലെങ്കിൽ ക്യാൻസർ രോഗം വന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ, അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ കോവിഡ് വരുന്നത് ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ആൾക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ശക്തം പനി വരിക, ചുമ വരിക, ജലദോഷം വരിക, തീരവേദന വരിക, അത്തരം രോഗലക്ഷണമുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുകയും ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും ആവശ്യമാണ്. പ്രത്യേകിച്ച് അവരെ പുറത്ത് സഞ്ചരിക്കാതിരിക്കുകയും ഒരുപക്ഷെ ആശുപത്രികളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ വർക്കിംഗ് സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ മതി. ഇപ്പൊ ചിലപ്പോൾ 1-2 ആഴ്ച, ചിലപ്പോൾ ഒരു മാസത്തിലേക്ക് തന്നെ കോവിഡിന്റെ എണ്ണം കൂടി നിന്നേക്കാം. ക്രമേണ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കോവിഡിന്റെ എണ്ണം കുറഞ്ഞു പോകാനും ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഈ മരണസംഖ്യയൊക്കെ ഉയരുന്നത് ചെറിയ തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ വൈറസിന്റെ വകഭേദം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പിൾ പരിശോധനയൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു വകഭേദമാണോ ഇനി കോവിഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രതിവിധി തന്നെയായിരിക്കുമോ ഇപ്പോഴും ഉണ്ടാവുക? കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ അടിവരയിട്ട് പറയാൻ കഴിയും. മുൻകാലങ്ങളിൽ ആദ്യം കോവിഡ് വന്ന സമയത്തുള്ളത് പോലെ ഒരു ലോക്ക്ഡൌണിലേക്കോ അല്ലെങ്കിൽ എല്ലാവരും മാസ്ക് ധരിച്ച് ക്വാറന്റൈനിലിരിക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു രോഗപ്രതിരോധത്തിനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പകരാതിരിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ വകഭേദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈ വൈറസ്, എല്ലാ വൈറസുകളും പോലെ ഈ വൈറസ് നിരന്തരം അതിന്റെ രൂപഭാവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളത് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ്. പക്ഷേ അത്തരം വകഭേദങ്ങൾ സിഗ്നിഫിക്കൻസ് ഉള്ള, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വകഭേദങ്ങളെ ആ രൂപത്തിലേക്ക് ആ രൂപത്തിൽപ്പെടുത്തുവാൻ നമുക്കുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഇത്തരം വകഭേദങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും രോഗലക്ഷണമുള്ളവർ കരുതിയിരിക്കുകയും അവര് ചികിത്സ തേടുകയും ചെയ്യുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി വീണ ജോർജ് പ്രതികരിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചതാണ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കേരളത്തിലില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു 37% രോഗികളും കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണക്കിടയിലും ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഈ കാര്യത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കേണ്ടത് ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല. നമ്മളിപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഐഡന്റിഫിക്കാൻ കഴിയും. ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടമുള്ള ധാരാളം പേർക്ക് കോവിഡ് ഉണ്ടായിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റിവിറ്റി കാണിക്കും. ടെസ്റ്റ് കൂടുതൽ ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി കൂടുതൽ വരും എന്നുള്ളതാണ്. അപ്പൊ അത് ആ കാര്യത്തെക്കുറിച്ചൊരു ഒരു ആശങ്കയുടെ ആവശ്യമേ ഇല്ല. ടെസ്റ്റുകൾ കൂടി വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ കേസുകൾ കണ്ടുവരുന്നു എന്നുള്ളത് ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത്തരം കൂടുതൽ കേസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്.
നമുക്ക് ആ കാര്യത്തില് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിന് ഈ പറയുന്ന മുൻകരുതലുകൾ തന്നെ മാത്രം മതിയാകും എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.